ഹലോ ഗൈസ്, ഇന്ന് ക്രിസ്മസ് അല്ലേ. ഞാൻ ക്രിസ്മസിന് ഇടാനായിട്ട് എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ ഇത്. ക്രിസ്മസ് ഇന്നാണെങ്കിലും എനിക്ക് കൂടുതലും ക്രിസ്മസിൻ്റെ ഒരു 4 ദിവസം മുമ്പൊക്കെയാണ് ഓർഡേഴ്സ് കിട്ടാറ്. കാരണം സ്കൂൾ അടയ്ക്കുന്നതിൻ്റെ മുമ്പായിട്ടാണല്ലോ ക്രിസ്മസ് പരിപാടികളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓർഡേഴ്സും അംഗൻവാടി ഓർഡേഴ്സും ഒക്കെ നമുക്ക് ക്രിസ്മസിൻ്റെ 2 ദിവസം മുമ്പാണ് ഉണ്ടാവാറ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ക്രിസ്മസിൻ്റെ അന്ന് ഇടാമെന്ന് വിചാരിച്ച് എടുത്ത് വെച്ച വീഡിയോസാണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് ക്രിസ്മസിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടാലോ. എനിക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മൾ ഈ കേക്ക്സ് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. അത് വെപ്രാളം കൊണ്ടാണ്. എനിക്ക് ഓവറായിട്ട് ഞാൻ ഭയങ്കര സ്പീഡിലാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും ശ്രദ്ധിക്കാണ്ട് ഭയങ്കര ഒരു ടെൻഷനാണ് എനിക്കെല്ലാം കൂടെ ചെയ്യുമ്പോൾ. അതും ഈ കേക്ക്സ് ഒക്കെ എല്ലാം ഒരേ ടൈമിൽ കൊടുക്കേണ്ട കേക്ക്സ്, അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്ത് പണിയാണ് എനിക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കസ്റ്റമർ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് റെഡ് ആൻഡ് വൈറ്റ് ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ. ഞാനത് ഫോൺ നോക്കുമ്പോഴാണ് അവർ അയച്ചെന്ന റെഫറൻസ് പിക്ക് ഈ ഫ്ലവേഴ്സ് വരച്ചതിന് ശേഷം നോക്കുമ്പോഴാണ് കാണുന്നത്. ഞാൻ വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്ലവർ ഗ്രീനിൻ്റെ പകരം വൈറ്റ് ആയിരിക്കും എന്ന് എൻ്റെ മൈൻഡിലില്ല. ഞാൻ ഗ്രീൻ ആണെന്നുള്ള ഒരു ഓർമ്മയിൽ അങ്ങനെ വരച്ചു പോയിട്ടു. പിന്നെ ഫോൺ എടുത്തിട്ട് ഫോട്ടോ നോക്കിയപ്പോഴാണ് വൈറ്റും റെഡും ഫ്ലവറാണ് ഇതിൻ്റെ മേലെ എന്നുള്ളത് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, മെല്ലെ ഗ്രീൻ ഫ്ലവേഴ്സൊക്കെ അങ്ങോട്ട് മാറ്റി അവിടെ വൈറ്റ് ഫ്ലവേഴ്സ് വരച്ചു കൊടുത്തിട്ട് ആ കേക്ക് സെറ്റാക്കി എടുത്തു കേട്ടോ. ഒരു മേരി ക്രിസ്മസിൻ്റെയും അതുപോലെ തന്നെ ഒരു ഹാപ്പി ന്യൂ ഇയറിൻ്റെയും സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ട് അത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, ഈ കേക്കുകളൊക്കെ ഇങ്ങനെ ഡെലിവറി ചെയ്യുന്ന സമയത്താണ് ഒരു അംഗൻവാടിയിൽ നിന്ന് വിളിച്ചിട്ട് ഒരു 2 മണിയാകുമ്പോഴേക്കും ഒരു കേക്ക് കിട്ടുമെന്ന് ചോദിക്കുന്നത് കേട്ടോ. ഉമ്മ വേഗം ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ബാക്കിയുള്ള കേക്കുകളൊക്കെ ഡിസൈനിങ് ചെയ്തു. 2 മണിക്കൂർ കൊണ്ട് ആ ഒരു കേക്കും റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഇത് ആ ഒരു കേക്കാണ് ഈ ഒരു കേക്ക്. ഇത് പിന്നെ കസ്റ്റമർ പ്രത്യേകിച്ച് റെഫറൻസ് ഒന്നും തരാത്ത കാരണം നമ്മുടെ ഇഷ്ടത്തിന് നമ്മളങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ക്രിസ്മസിൻ്റെ ഐറ്റംസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ക്രിസ്മസ് ഹാമ്പറും കൂടി സെറ്റ് ചെയ്തെടുക്കാനുണ്ടായിരുന്നു. ഗിഫ്റ്റ് ഹാമ്പറാണ് കേട്ടോ ഇത്. അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ മോളുടെ അംഗൻവാടിക്ക് കൊണ്ടുപോയ ക്രിസ്മസ് കേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അംഗൻവാടി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.